പ്ലാന്റ് സെല്ലേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ട്യൂട്ടോറിയലിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത്. പ്ലാന്റ്സിൻ്റെ ഓൺലൈൻ സെല്ലർ എന്ന നിലയ്ക്ക് എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. മഴക്കാലം, സ്കൂൾ ഓപ്പണിങ് എല്ലാതാവുമ്പോൾ എല്ലാ ബിസിനസ്സുകളും ഡള്ളാവാണ്. പക്ഷേ ഓൺലൈൻ സെയിൽ കൂടുകയാണ് ചെയ്യുക. ഓൺലൈനിൽ കൂടെ പ്ലാന്റ്സ് വാങ്ങാനായിട്ട് ആൾക്കാർ കൂടുതലാണ്. അതേസമയം നഴ്സറീസിൽ അവരോട് ചോദിച്ചാൽ അവർ പറയും നമുക്ക് നല്ല സീസൺ അല്ല ഇപ്പോൾ, പ്ലാന്റ്സ് അവരധികം കൊണ്ടുവരികയില്ല. പിന്നെ അതുപോലെ തന്നെ പൂക്കൾ ഒക്കെയുള്ള ചെടികൾ മിക്കവാറും അതിൻ്റെ പൂവൊക്കെ വേഗം ചീത്തയാവും എന്നുള്ളത് ഒരു കാരണം. പക്ഷേ ഓൺലൈൻ സെല്ലേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് ഈ സമയത്താണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയല്ലേ. മഴയാകുമ്പോൾ അധികം പുറത്തേക്ക് പോകാൻ ഇതില്ല. പിന്നെ നമ്മൾക്ക് ടൈം പാസിന് നമ്മൾ ഫ്ലാറ്റിലോ വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് ചെടി കയ്യിൽ കിട്ടുക, അതുപോലെ തന്നെ പോട്ട്സും ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്കൊരു നല്ലൊരു സമയമാണ് അത്. അതുകൊണ്ടാണ് ആയിരിക്കും എല്ലായ്പ്പോഴും നമുക്ക് ഈ സീസണിൽ നമ്മൾക്ക് കൂടുതലാണ്. ഈ സമയത്ത് നമ്മൾ ഔട്ട്സോഴ്സിങ്ങും ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് 2 ഫാമുകളിൽ നിന്ന് പ്ലാന്റ്സ് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ ഈ സമയത്താണ് അത് ഞാൻ അധികം, അപ്പോൾ അവർ പാക്ക് ചെയ്ത് അയച്ചോളും. മാത്രമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് ഫാമിൽ നിന്ന് അയക്കുമ്പോഴാണ്. അത് ഫാമിൽ നിന്ന് അയക്കുമ്പോൾ നമുക്ക് പാക്കിംഗ് ഇല്ല, കൊണ്ടു കൊടുക്കണ്ട. അപ്പം അതെന്തുകൊണ്ടാണ് ഫാമുകാർക്ക് അങ്ങനെ ചെയ്യാൻ നമുക്ക് ഇത്രയും ലാഭം അതിൽ നിന്ന് കിട്ടുന്നതിന് കാരണം, ഫാം ഓണേഴ്സ് എപ്പോഴും അവർ നഴ്സറീസിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഡയറക്റ്റ് സെല്ലിങ്ങിന് വേണ്ട ഒരു നഴ്സറി, അതിനുള്ള സ്ഥലം, അതിൻ്റെ വാടക, അതുപോലെ തന്നെ ആൾക്കാർ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഉണ്ടായിരിക്കണം. അവിടെ ഡയറക്റ്റായിട്ടാണ് ആൾക്കാർ വരിക, വാങ്ങുക. അപ്പോൾ അതിൻ്റെ ഒരു പോഷും ഒരു ഇതൊക്കെ കാണിക്കേണ്ടതുണ്ട്. പക്ഷെ ഫാമിൽ നിന്നാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരിതിനൊന്നും മുതൽ മുടക്കുന്നില്ല. അപ്പോൾ ഒരു ഫാമിൽ നിന്ന് എങ്ങനെയാണ് പ്ലാന്റ് നമ്മൾ ആവശ്യക്കാരിൽ എത്തിക്കണേന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു അവരുടെ ഒരു പ്ലാന്റ് പാഴ്സൽ ഓൺലൈനിൽ വരുത്തി നോക്കുകയാണ് ചെയ്യണേ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സെല്ല് ചെയ്യുക. അതായത് ഓൺലൈനിൽ സെൻഡ് ചെയ്യണതിന് മുമ്പ് ഒരു പ്ലാന്റെങ്കിലും നിങ്ങൾ ഓൺലൈനിൽ വാങ്ങി നോക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി പ്ലാന്റ് ഓൺലൈനിൽ സെൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയൊക്കെയാണ് പാക്ക് ചെയ്തേക്കണം. അതപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ആയിട്ട് അത് ചെയ്യണവരെ ഇന്ന് വാങ്ങാൻ വിചാരിക്കുക. അപ്പം എന്നിട്ട് ഒന്നും വേണ്ട, എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കോളൂ. ഓക്കെ, ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടി പറയുന്നതല്ല, നിങ്ങൾക്ക് എൻ്റെ നിന്ന് വാങ്ങി നോക്കാം. അപ്പം അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണ്, അപ്പം നമ്മൾ A to Z അതിൽ പഠിച്ചു കഴിയും. നമ്മൾ പേയ്മെൻറ്റ്, അതുപോലെ GPay നമ്പർ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കതിൽ മനസ്സിലാവും. സീമ ബിസ്വാസ് കൽക്കട്ട, അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വരുത്തിയിട്ടുള്ള മാണ്ടിവില്ല പ്ലാന്റ് റെഡ്. അപ്പം മാർക്കറ്റ് പ്ലേസിൽ അവരിട്ടേക്കണ പോസ്റ്ററാണിത്, അത് നോക്കിക്കോളൂ. പക്ഷേ ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ ആ പ്ലാന്റ് സൈസ് ഒന്ന് കണ്ടോളൂ കേട്ടോ. ഓർഡർ ചെയ്ത് വരുത്തിയിട്ട്, അതായത് ഞാൻ വാങ്ങുന്ന പോലെ വാങ്ങിയിട്ട് അത് നല്ല പോലെ ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതിനുശേഷം അതിൻ്റെ പിക്ക് എടുത്ത് എൻ്റെ ലാഭം പ്രൈസിങ്ങിൽ ചേർത്തുകൊണ്ട്, അതായത് നമുക്ക് എത്ര രൂപയ്ക്കാണോ കിട്ടണേ അതിൽ കൂടെ എൻ്റെ പ്രൈസിങ്ങും എൻ്റെ ലാഭവും എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു സെയിൽ പോസ്റ്റ് തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിനുശേഷം സെയിൽ പോസ്റ്റ് നമ്മൾ മാർക്കറ്റ് പ്ലേസ്, ഫേസ്ബുക്ക്, അതിൻ്റെ ഗ്രൂപ്പ്സ്, അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പ്, ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ഇതിനെ സംബന്ധിച്ചുള്ളതുമായിട്ട് വേഗം തന്നെ വരാം. പക്ഷേ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.